പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ അത്തുർഷി അത് മുടങ്ങിപ്പോയ ഒരു അധ്യായമാണ്. പലരും എന്നോട് അതിൻ്റെ തുടർക്കഥ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ വീണ്ടും അത് ഒന്ന് രണ്ട് കഥകളിലേക്ക് കടക്കുകയാണ്. അത്തുർഷി തൻ്റെ സ്ഥലത്ത് കോർപ്പറേഷൻ്റെ സാങ്ഷൻ വാങ്ങിക്കാതെ 3 നില കെട്ടിടം പണിതു. വളരെ ചെറിയ സ്ഥലമാണ്. കൊച്ചണ്ണൻ കേസ് പറഞ്ഞ് ഒഴിപ്പിച്ച ആ ഭൂമി വിറ്റ കാശ് കൊണ്ടാണ് അത്തുർഷി ഈ ബിൽഡിംഗ് തുടങ്ങിയത്. കയ്യിലുള്ള കാശെല്ലാം തീർന്നു. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കെട്ടി അങ്ങനെ പൊക്കി. 1 നിലയായിരുന്നു ഉദ്ദേശം. സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, 1 നില കൂടെ ആകാമല്ലോ, എന്തായാലും സ്ഥലപരിമിതി ഉണ്ടല്ലോ, കുട്ടികൾ, അവരുടെ വിവാഹം. അങ്ങനെ 1 നില കൂടെ കെട്ടി. 1 നില കൂടെ കെട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഗാംഭീര്യത, തലയെടുപ്പ് അത്തുർഷിയെ വല്ലാണ്ട് ആഹ്ലാദചിത്തനാക്കി. അതിനിടയ്ക്ക് അതിൻ്റെ കൊത്തൻ മേശരി ഒരുപാട് മാറും. കാര്യം, ശമ്പളം നിശ്ചയിച്ച് ആളെ നിർത്തും, പറയുന്ന ശമ്പളം കൊടുക്കില്ല. മാത്രമല്ല, ശമ്പളം കടം പറയും. കടം പറയാൻ ഒക്കാത്തൊരു മേഖലയാണ് വാസ്തവത്തിൽ ഈ തൊഴിൽ മേഖല, പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണം. അന്നന്ന് ജീവിക്കുന്ന ആളുകളാണ്, അവരോട് പോലും അത്തുർഷി കടം പറയും. അങ്ങനെ കുറേ ആളുകൾ മാറി അവസാനം പണിയില്ലാത്ത ഒരു മേശരിയും. അങ്ങനെ മേശരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പല തനികിടെയുള്ള ഇദ്ദേഹത്തെ പോലെ തന്നെ യോജിക്കാവുന്നത് യോജിച്ചുകൊണ്ട് ഒരു കൊത്തൻ വന്ന് ചേർന്നു. അങ്ങനെ കെട്ടിടം കെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും 2ാം നിലയുടെ സൺഷെയ്ഡ് വാർത്തപ്പോൾ അതിൻ്റെ ബലക്ഷയം കാരണം എൻജിനീയറിംഗ് ഒന്നുമില്ല, സ്വന്തമായി തീരുമാനിക്കും. കൊത്തൻ പറയും, കയ്യാൾ പറയും, സുഹൃത്തുക്കൾ പറയും, അതനുസരിച്ചും കെട്ടുക. ഈ സൺഷെയ്ഡിൻ്റെ കമ്പികൾ വരേണ്ട സ്ഥലത്ത് വരാത്തത് കൊണ്ട് സൺഷെയ്ഡിൽ നിന്ന കൊത്തൻ്റെ കയ്യാൽ ഉൾപ്പെടെ അത് അടർന്നു താഴുക. പമ്പിച്ച ശബ്ദത്തോടുകൂടി ജനാരവമുണ്ടായി. പോലീസ് വന്നു. വീണവനെ താങ്ങിയെടുത്ത് എല്ലാവരും കൂടെ ചേർന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സാരമായ പരിക്കുകളൊന്നും ഇല്ലാതെ പാവം രക്ഷപ്പെട്ടു. അത്തുർഷിക്ക് 2ാം നില. അപ്പോൾ ഒരു സുഹൃത്ത് അത്തുർഷിയോട് പറയും, 2ാം നില രാശിയല്ല, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് കെട്ടിട നിർമ്മാണ വൈദഗ്ധ്യത്തിലെ പോരായ്മയും പ്ലാനിങ്ങിൻ്റെ പോരായ്മയും ഒക്കെ ആണെങ്കിലും രാശിഫലം തലയ്ക്ക് കയറി പിടിച്ചതുകൊണ്ട് 3ാം നില കെട്ടാൻ തീരുമാനിച്ചു. ഈ കെട്ടുമ്പോൾ ഉണ്ടാകുന്ന കാശ്, സിമൻറ്റ്, ചല്ലി, മണൽ, തൊഴിൽ, ഇതൊക്കെ കടമാണ്. സിമൻറ്റ് കടയിൽ 10 പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 പാക്കറ്റ് കടമായിരിക്കും. അവിടെ കുറ്റി വെച്ചിട്ട് അടുത്തൊരു സിമൻറ്റ് കടയിലേക്ക് പോകും. അവിടെയും 10 പാക്കറ്റിന് ആദ്യം കാശ് കൊടുത്ത് സൽപ്പേര് വാങ്ങിച്ചുകൊണ്ട് അടുത്ത ഒരു 10 പാക്കറ്റ്. അങ്ങനെ ആ പ്രദേശത്തെ ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിൽ സിമൻറ്റ് കടകളിലൊക്കെ പറ്റുവരവുണ്ട്. ചെല്ലിക്കാരനും അതുപോലെ. കോൺട്രാക്ടേഴ്സ് ഇങ്ങനെ കെട്ടിടം കിട്ടുമ്പോൾ ചെല്ലിയുടെ കോൺട്രാക്ടേഴ്സ് വരുമല്ലോ, അവരൊക്കെയായിട്ട് വിലപേശി ആദ്യം 1 ലോഡിൻ്റെ ഫുൾ പൈസ അങ്ങ് റെഡി ക്യാഷ് കൊടുത്ത് 2ാമത്തെ ലോഡ് നാളെ തരാം, നാളെ കൊടുക്കും, ചിലപ്പോൾ കൊടുത്തില്ലാതിരിക്കും. അങ്ങനെ ഒറ്റയിൽ കുറ്റി വയ്ക്കും. അങ്ങനെ കുറ്റി വെച്ചാണ് 2ാം നില തീർത്തത്. ഇനി 3ാം നിലയുടെ പരുവത്തിലേക്ക് കിടക്കുകയാണ്. കാശുണ്ടോ? കാശൊരു പ്രശ്നമല്ല. അത്തുർഷി പറയുന്നത് കറൻസി, കടുവാത്താൾ, അത് ആരെ കയ്യിലിരുന്നാലും എൻ്റേത് കൂടിയാണ്. നിങ്ങൾ എൻ്റെ കയ്യിൽ കൈമാറിക്കഴിഞ്ഞാൽ എൻ്റെതല്ല. അതിന് ഉടമസ്ഥാവകാശമില്ലല്ലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഉടമസ്ഥാവകാശം. പക്ഷെ അവരിത് കൈകാര്യം ചെയ്യുന്നുമില്ല. ഒരു 100 രൂപ കടുവാത്താൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ അത് എൻ്റെ കയ്യിൽ വന്നാൽ എൻ്റെതാവില്ലേ? അതാണ് അത്തുർഷിയുടെ മനഃശാസ്ത്ര പഠന വിദഗ്ധതയുടെ ഒരു ബഹിഷ്കരണം. അങ്ങനെ 3-ാം നിലയ്ക്ക് എടുത്തു. സിമൻറ്റ്, കമ്പി, തൊഴിൽ ഒക്കെ കടമാണ്. ഈ വീണത് തൊഴിലാളിയാണെങ്കിലും
അതിന്മേൽ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമോ എന്ന് അത്തുറഷി ഒന്ന് കിണഞ്ഞ് ശ്രമിച്ചു നോക്കി. അപ്പം തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നൊക്കെ കാശ് കിട്ടുമായിരിക്കാം, പക്ഷേ സാങ്ഷൻ ഇല്ലല്ലോ. കെട്ടിടം കിട്ടാൻ സാങ്ഷനല്ലോ. കെട്ടിടം കിട്ടാൻ സാങ്ഷൻ ഇല്ലാത്ത കെട്ടിടത്തിൽ എങ്ങനെയാണ് അപകടമുണ്ടായിക്കഴിഞ്ഞാൽ അനധികൃതമായ കെട്ടിടമാണ്. അതിലുണ്ടാകുന്ന പിഴവുകളും ഭവിഷ്യത്തുകളും അനുഭവിക്കേണ്ടത് ഉടമസ്ഥനാണ്. അങ്ങനെ ആ വഴിക്കൊന്നും കാര്യങ്ങൾ നടന്നില്ല. പിന്നെ ഈ പഹയൻ കൊത്തനുമായി സംയോജിച്ചുകൊണ്ട് അയാളും പല സിമൻറ്റ് കടയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു, ചല്ലിക്കാരെയും മണലുകാരെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ കമ്പിക്കട, അങ്ങനെ നാടിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ നിന്നൊക്കെ സിമൻറ്റ്, മണൽ, കമ്പി തുടങ്ങി കെട്ടിട നിർമ്മാണ ഉപകരണങ്ങൾ, ഉപാധികൾ കടം വാങ്ങിക്കാനൊക്കെ അങ്ങനെ കടം വാങ്ങിച്ച് ധൈര്യസമേതം. എങ്ങനെ കടം തീർക്കും? കടം തീർക്കാൻ ഉദ്ദേശമുണ്ടെങ്കിലല്ലേ എങ്ങനെയെന്ന ചോദ്യം വരും. തീർക്കും. ഇതുപോലെ ഏതെങ്കിലും വസ്തുവൊക്കെ വിറ്റ് വരുമ്പോൾ അതുവരെ അവർ വരും. അവരെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള നൈപുണ്യം, വിശാലബോധം ഒക്കെ റഷീദിനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ അദ്ദേഹം നമ്മെ പഠിപ്പിക്കും. അങ്ങനെ 3-ാം നിലയുടെ വാർപ്പ് കഴിഞ്ഞു. പൂശാനായിട്ട് കാശില്ല. സിമൻറ്റ് കടക്കാരൊക്കെ ഉടക്കി പൂശാതെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കൊത്തൻ പറഞ്ഞു, ഈ 3 നില കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. മുകളിലോട്ടൊരു കോണി കൂടെ ഇടുകയാണെങ്കിൽ പിന്നീട് കാശ് വരുമ്പോൾ അവിടെ ഒരു ടിൻ ഷീറ്റ് റൂഫിംഗ് ഇട്ടാൽ 4 നിലയായി മാറും. നിങ്ങൾ നോക്കൂ ഇതിൻ്റെ ഒരു സൗന്ദര്യം. തലയുയർത്തി നിൽക്കും. തലയെടുപ്പോൾ ആ പ്രദേശത്ത് 3 നില വേറെ ഒന്നുമില്ല. വലിയ പണക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് സ്ഥലമുള്ള ആളുകളുണ്ട്. ആ റോഡിൽ ഈ വീട് തുടങ്ങിയാൽ ഇനി 3-ാം നില കാണണമെങ്കിൽ 1-2 കിലോമീറ്റർ സഞ്ചരിക്കണം. അപ്പം 4-ാം നില ആയെങ്കിലോ? അങ്ങനെ മുകളിൽ മട്ടുപ്പാവിൽ ചെല്ലാനായിട്ട് അവിടെ നിന്ന് ഒരു ടിൻ ഷീറ്റ് റൂഫിംഗ് ഇട്ടത് പിന്നീടൊരു കെട്ടിടമാക്കി മാറ്റാനും വേണ്ടിയിട്ട് അതുകൂടെ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഖജനാവ് കാലി. സർക്കാരിൻ്റെ ഖജനാവ് പോലെ വേൾഡ് ബാങ്കോ IMF ഒന്നും ഫണ്ട് നൽകില്ല എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് അത്തുറഷി താഴത്തെ നിലയിൽ താമസം തുടങ്ങാൻ തീരുമാനിച്ചു. അതിനിടയ്ക്ക് അദ്ദേഹം ട്രിവാൻഡ്രത്തെ പ്രസിദ്ധമായ ഒരു ദേവാലയത്തിനടുത്ത് ഉള്ളൊരു സിനിമയിൽ, ഇപ്പോഴും മാലിക് എന്ന സിനിമയിൽ വരുന്ന ആ സ്ഥലം കണ്ടിട്ടുള്ളവർ ആ പേര് ഓർമ്മിക്കുക. അവിടെ പോയി അവിടെ ഒരാളെ പരിചയപ്പെട്ടു. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും അവിടുത്തെ ജമാഅത്തിൻ്റെ പ്രധാനിയുമായ ഒരാൾ. സഹവർത്തിത്വം, സ്നേഹം, അന്യതാബോധം, സഹായ മനസ്കത, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൈമുതലാണ്. ജനകീയനാണ്, സംശുദ്ധനാണ്, നല്ലവനാണ്. അത്തുറഷിയെ പരിചയപ്പെട്ടു, മാമ എന്ന് വിളിക്കാൻ തുടങ്ങി. മാമയോട് വല്ലാണ്ട് കൃപ. പലരും പറഞ്ഞു ഈ കൃപ അവസാനം ചെന്ന് നിൽക്കുന്നത് കൃപാസനത്തിലായിരിക്കും, അതുകൊണ്ട് സൂക്ഷിക്കുക. പക്ഷെ സ്നേഹം വന്നു പോയാൽ, ഈ പ്രണയം വന്നാലും അങ്ങനെയാണല്ലോ. പ്രണയിക്കുന്ന കമിതാക്കൾ അവരാണ് ഏറ്റവും എന്താ പറയുക, സൗന്ദര്യമുള്ളവർ. ലോകത്ത് പല സൗന്ദര്യമുള്ള സ്ത്രീകളും ഉണ്ടാകും. പക്ഷെ കമിതാക്കളിൽ കാമുകിക്ക് കാമുകനെയും കാമുകന് കാമുകിയെയും ഏറ്റവും സുന്ദരമായി തോന്നും. സ്വാഭാവികമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പേര് RR എന്നാണ്. RRന് ഇദ്ദേഹത്തോട്, മാമയോട് ഭയങ്കര കലിപ്പില്ലാത്ത സ്നേഹം. അവിടെ ഈ വീട് മുകളിലൊക്കെ ഫ്ലാറ്റുകളും മുറികളും കെട്ടി വാടകയ്ക്ക് കൊടുക്കുന്ന ആളാണ്. ആ ദേവാലയത്തിലേക്ക് വരുന്ന ആളുകൾ തങ്ങാൻ വേണ്ടി ഒരു മുറി അത്തുറഷിക്ക് സ്ഥിരമായി വാടകയ്ക്ക് കൊടുത്തു. അത്തുറഷി അവിടെ താമസമായി. വജാടോപ വിദ്യ കൊണ്ട് ആരെയും മയക്കി സ്വന്തം പാക്കറ്റിലിട്ട് അമ്മാനമാടാൻ കഴിവുള്ള അത്തുറഷിയുടെ മടിശീലയിൽ വീണു പോയ RR അനുഭവിക്കാൻ പോകുന്ന വ്യഥ
നിസ്സാരമല്ല, വളരെ കടുകട്ടിയാണ്. അവിടെ ഏത് പ്രദേശത്ത് പോയാലും അത്തുറശ്ശിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത് ഒരു കമ്പാനിയൻ അവിടെ ഉണ്ടാക്കിയെടുക്കും. നമ്മൾ നേരത്തെ കണ്ട കമ്പാനിയൻസ് ഉണ്ടല്ലോ, അതുപോലത്തെ കമ്പാനിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ വിരുദ്, കഴിവ്, പ്രാഗൽഭ്യം ഒക്കെ കേട്ടറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. അങ്ങനെ അവിടെ ആ ദേവാലയത്തിന് ചുറ്റുമുള്ള കച്ചവടക്കാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ അനുയായിയും സഹപ്രവർത്തകരും സ്നേഹിതരും നേരം പോക്കുകാരുമായി മാറി. ആ ഒരു മുറിക്ക് മുമ്പിലുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവരെല്ലാം ഒത്തുകൂടും. ആർ അതിലെ അധ്യക്ഷനായിരിക്കും. നമ്മൾ നേരത്തെ മണക്കാട് കണ്ടതുപോലെ ഇവിടെ അരങ്ങു തകർക്കുന്ന ചർച്ച, കൊടുമ്പിരി കൊള്ളുന്ന രാഷ്ട്രീയ വിരോധാഭാസങ്ങളുടെയൊക്കെ വിശകലന വിധേയമാക്കിക്കൊണ്ടുള്ള ചർച്ചകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ആറാറിന് ഇദ്ദേഹത്തുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ പലരും ഇദ്ദേഹത്തിൻ്റെ പരിതാപാവസ്ഥയിൽ 3 നില കെട്ടിയിട്ടും താമസിക്കാൻ ഒക്കാത്തതിൻ്റെ പരിതാപാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മാമയെ സഹായിക്കാൻ പലരും രംഗത്ത് വരികയും പലരും കയ്യയച്ച് സഹായം ചെയ്തു. സുഭിക്ഷം ജീവിതം. താഴെ ഒരു ടീ ഷോപ്പുണ്ട്. ഏത് ഷോപ്പായാലും ആദ്യം 1-2 പ്രാവശ്യമൊക്കെ പറ്റുവരവിൽ കൃത്യമായിരിക്കും. പിന്നീട് പറ്റിയ ഉണ്ടാവുള്ളൂ, വര ഉണ്ടാവില്ല. 1 വേ ട്രാഫിക്കായി, 2 വേ ട്രാഫിക്കായത് റോഡിനെ 1 വേ ട്രാഫിക്കായി പ്രഖ്യാപിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ചെന്ന് കയറി പറ്റുകയാണ്. പറ്റുമ്പോഴത്തേക്ക് ഒന്നുമല്ല, ഒരു പുട്ട് വാങ്ങിക്കും. ഒരു പുട്ടെട്, ഒരല്പം ചാറൊഴിക്കും, പറ്റുന്നൊരു കഷ്ണം കൂടെ പോയി ഈ അവിടുത്തെ സേവകന്മാരെ പാക്കറ്റിട്ടേക്കും. അവർ ഈ മാമൻ വന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ചോദിക്കുന്നതല്ലേ, ഒരു കഷ്ണം പൊരിച്ചു കൊടുത്തേ. വാങ്ങിക്കുന്നത് ബില്ല് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഒരു പുട്ടിനെ ബില്ല് ചെയ്യുള്ളൂ. പിന്നെ സാമ്പാറാണെങ്കിൽ 1 കുടം സാമ്പാർ ഉണ്ടെങ്കിൽ കുടിച്ചു തീർക്കും. ദോശയിൽ അല്ലെങ്കിൽ പുട്ടിലൊക്കെ സാമ്പാർ ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഈ സാമ്പാർ ബാറ്റ്, തമിഴ്നാട്ടിലൊക്കെ സാമ്പാർ ബാറ്റ്, വടയൊക്കെ സാമ്പാറിൽ മുക്കിയിട്ടിട്ട് അത് നബിടി എണ്ണുക എന്നുള്ളത് അതുപോലെയാണ്. എല്ലാം സാമ്പാർ ബാത്താണ്. ചമ്മന്തിയാണെങ്കിൽ ചമ്മന്തി ബാത്ത്. പിന്നെ ഈ ചാറൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചല്ലേ കൊടുക്കുകയുള്ളൂ. ഇതിനൊരു പരിധി ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാനുമായിട്ട്. അങ്ങനെ താഴത്തെ കടയിൽ, ടെക്സ്റ്റൈലിൽ, മരുന്ന് കടയിൽ ഒക്കെ പറ്റുവരവ് സഹായിക്കാൻ ആളുകൾ. ആ ദേവാലയത്തിന് ചുറ്റുമുള്ള ആളുകൾ സ്നേഹ ബാധിതരായിട്ട് ആറാറിൻ്റെ നേതൃത്വത്തിൽ അരയും തലയും മുറുക്കി അത്തുറശ്ശി മാമയെ, അവിടെ മാമയാണ്, അത്തുറശ്ശി എന്നുള്ളത് പ്രമോഷനായി മാമയെ സഹായിക്കാനായിട്ട് അവിടെയുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി അത്തുറശ്ശിക്ക് കലശലായ നെഞ്ചുവേദന. മെഡിക്കൽ കോളേജിലേക്ക് പോകണം. ആറാർ തൻ്റെ കാറിൽ ഇദ്ദേഹത്തെ എടുത്ത് കയറ്റി മെഡിക്കൽ കോളേജ് നോക്കി സൈറൻ ഇടാതെ തന്നെ സൈറൻ ഇട്ട വേഗത്തിലേക്ക് അംബാസഡർ കാർ വിരഞ്ഞു. അഡ്മിറ്റ് ചെയ്തു. സീരിയസ് ആണ് കണ്ടീഷൻ. അവിടുത്തെ പ്രസിദ്ധയായ കാർഡിയോളജിസ്റ്റ് രാത്രി 2:30 മണിക്ക് വന്ന് നോക്കിയിട്ട് പറഞ്ഞു, വളരെ സീരിയസ് ആണ്, ഉടനെ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, ആൻജിയോപ്ലാസ്റ്റി. അതിന് ആൻജിയോഗ്രാം ചെയ്ത് നോക്കി. നല്ല അടയുണ്ട്. ഈ പെരുംജീരകം കൂട്ടിയിട്ടുള്ള ആ ഒരു ആഹാരത്തിൻ്റെയൊക്കെ പരിണിതി, ആ ബാങ്ക് ബാലൻസാണ് ഈ അടകൾ, ബ്ലോക്സ്. അതൊക്കെ നീക്കണം. അതിന് ആൻജിയോപ്ലാസ്റ്റ് ഉടനെ ഇപ്പം തന്നെ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജീവഹാനി ഉണ്ടാകും. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. എന്താ പറയുക, അതിന് ഒരു സാധനം വാങ്ങിക്കാനുണ്ടല്ലോ, അതൊക്കെ വാങ്ങിക്കണമെങ്കിൽ കാശ് വേണം. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഉടനെ ഉണ്ടെങ്കിലേ ഓപ്പറേഷനിലേക്ക് നീങ്ങാൻ പറ്റും. മെഡിക്കൽ കോളേജിലായിട്ട് പോലും 10 ലക്ഷം 15 ലക്ഷമൊക്കെയാണ് ബാക്കിയുള്ള ഹോസ്പിറ്റലിലേക്ക്. ഇവിടെ 1.5 ലക്ഷമുണ്ട്. സ്റ്റെൻസ് അത് വാങ്ങിക്കാനാണ് 1.5 രൂപ അത്തുറശ്ശി മാമയുടെ ഇല്ല. പിന്നെ അങ്ങനെ 1.5 ലക്ഷം രൂപ. ആറാറുന്ന നൈപുണ്യമുള്ള കരുണാമയനായ ജമാഅത്തിൻ്റെ
ഭാരവാഹി അത്തഋഷിയുടെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ചിലവാക്കാം, മാമ രക്ഷപ്പെട്ടു വരട്ടെ, പക്ഷെ പിന്നീട് നിങ്ങൾ എനിക്ക് തരണം. അങ്ങനെ സമ്മതിച്ചുകൊണ്ട് 1.5 ലക്ഷം രൂപ ആ രാത്രി തന്നെ എവിടുന്നൊക്കെയോ സമാഹരിച്ചുകൊണ്ട് വന്നു. ഓപ്പറേഷൻ ഇതിടയ്ക്ക് വാഗ്ദാനത്തിന്മേൽ തുടങ്ങി 1.5 ലക്ഷം രൂപയുടെ. പക്ഷെ ഈ 1.5 ലക്ഷം രൂപ എത്ര ലക്ഷം രൂപയായി മാറി? അതെങ്ങനെയാണ് കൊടുത്തു തീർക്കാൻ അങ്ങനെ ഒരു വാക്ക് നിഘണ്ടുവിലുണ്ടെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ അത്തഋഷിയും പതറിപ്പോയി. ഇത്രയും ആളുകൾ എന്നെ സ്നേഹിക്കും, ഇതുവരെ ജീവിതത്തിൽ ഇങ്ങനെ ഭാര്യ ഉൾപ്പെടെ ആരും സ്നേഹിച്ചിട്ടില്ലല്ലോ. ഇതെന്ത് മനുഷ്യരാണ്? ഞാൻ കാണാത്ത കമ്മ്യൂണിസ്റ്റുകാരോട് ഭയങ്കര വിരോധമാണ്, പക്ഷെ കമ്മ്യൂണിസത്തോട് പോലും സ്നേഹം വരത്തക്ക രീതിയിൽ ആറാറിൻ്റെ പെരുമാറ്റം അത്തഋഷിയെ പിടിച്ചു കുലുക്കി ഒലച്ചു. അങ്ങനെ അത്തഋഷി എന്തു ചെയ്തു? ആറാറിൻ്റെ ഗതി എന്താണ്? ആറാറും അത്തഋഷി മാമ മരുമകൻ ബന്ധം എന്താണ്? എവിടെ എത്തി നിൽക്കുന്നു? നമുക്ക് അടുത്ത അധ്യായത്തിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.